ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു. ഖൽബിന്റെ കണ്ണുകൊണ്ട് തുറന്നു പറയുന്നവരാണവർ. കാണുമ്പോ ചിലപ്പോ ആളുകൾക്കതൊരു ഭ്രാന്തായി തോന്നാം, കേൾക്കുന്നവർക്ക് ചിലപ്പോ അല്ലെ. ഉവൈസുൽ ഖർനി തങ്ങളെ പറ്റി ചോദിക്കപ്പെട്ടപ്പോ നിങ്ങൾ ചോദിക്കുന്ന പോലത്തെ ഒരു ഉവൈസില്ല, ഒരു ഭ്രാന്തനായ ഉവൈസുണ്ട്, ഒരു ഭ്രാന്തനായ ഉവൈസ്. ബഹ്ലുൽ മജ്നൂൻ അല്ലെ, ഹാറൂൻ റഷീദ് പേടിച്ച് പറച്ച് ബോധം കെട്ട് വീണൊരു ഭ്രാന്തനുണ്ട്, ലോകമറിയപ്പെട്ട ഭ്രാന്തനെന്ന. ഉഖലാഉൽ മജാനീൻ, ബുദ്ധിയുള്ള ഭ്രാന്തന്മാർ എന്ന മഹാന്മാർ വിശേഷിക്കപ്പെട്ട ചില ഭ്രാന്തന്മാരുണ്ട് അല്ലേ. പല പാട്ടുകൾക്കൊക്കെ അർത്ഥം വെക്കുന്നത് കേട്ട നമ്മളൊക്കെ എങ്ങനെ വിചാരിച്ചു നോക്കും, എല്ലാത്തിനും എങ്ങനെ അർത്ഥം വെക്കുക അല്ലെ. ഓരോന്നിനും അങ്ങനെ അർത്ഥം വെച്ച് വെച്ച് ഇങ്ങനെ കുളിപ്പിച്ച് കുഞ്ഞിനെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ വിചാരിച്ചു, ഈ ഇതിന് അർത്ഥം വെച്ച മനുഷ്യന് ലബ്ബൈക്ക് എന്ന ബൈക്കുമ്മ കയറി ഹജ്ജിന് പോകണം നല്ല, അങ്ങനെയും പാടിയില്ലേ. അതിനെങ്ങനെ ആയിരിക്കും ഈ മനുഷ്യൻ അർത്ഥം വെക്കുക എന്നങ്ങനെ ഇന്ന് ചിന്തിച്ചു അല്ലേ. ഭ്രാന്ത, ഉമ്മയെയും ഉപ്പയെയും തിരിച്ചറിയാൻ കഴിയാത്ത ഭ്രാന്ത്, അതാരും ചോദിച്ചു വാങ്ങൂലല്ലോ. അള്ളാനെയും അവന്റെ റസൂലിനെയും തിരിച്ചറിയാൻ കഴിയുന്ന ഭ്രാന്ത്. ആളുകളൊക്കെ ഭ്രാന്തന് വിളിച്ചു ഉവൈസ് തങ്ങളെ അല്ലെ, ഭ്രാന്തന് വിളിച്ചു, നല്ല കല്ലെറിഞ്ഞു, കണ്ടേർത്തൊക്കെ കല്ലെറിയ. അവര് പറഞ്ഞു, മക്കളെ കല്ലെറിയാണെങ്കിൽ വലിയ കല്ലെറിയണ്ട, രക്തം വന്നിട്ട് നിസ്കാരത്തിന് ബുദ്ധിമുട്ടാകണ്ട, നിങ്ങൾക്ക് എറിഞ്ഞ് തീരൂന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കല്ലുകളെ കൊണ്ട് തന്നെ എറിയണമെന്ന് ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി തങ്ങൾ പറഞ്ഞത് ഗസാലി ഇമാമൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്.